ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ. ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? പെൻസിലിൻ. ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 1. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ്. വാക്സിനേഷൻ കണ്ടെത്തിയതാരാണ്? എഡ്വേർഡ് ജെന്നർ. ലോകത്തെ ആദ്യത്തെ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയമായി നിർവഹിച്ചതാരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടെത്തിയതാരാണ്? എഡ്വേർഡ് ജെന്നർ. മൈക്രോബയോളജിയുടെ പിതാവ് ആരാണ്? ലൂയി പാസ്ചർ. ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തതാരാണ്? ലൂയി പാസ്ചർ. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ആൻറ്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പെൻസിലിൻ. പെൻസിലിൻ കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1928. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പക്ഷിപ്പനി. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം. ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ഏതാണ്? ശ്വാസകോശസിര. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൈക്രോബയോളജി. രക്തബാങ്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രോ. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയതാരാണ്? റെനെ ലെനക്ക്. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടറായ ഇവരുടെ 153-ാം ജന്മദിനത്തിൽ ഗൂഗിൾ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ധരിച്ചു നിൽക്കുന്ന ചിത്രവുമായി ഒരു ഡൂഡിൽ സമർപ്പിച്ചു. ആരാണിവർ? ആനന്ദി ഗോപാൽ ജോഷി. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സാർസ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയം. ആയുർവേദത്തിലെ വിഖ്യാത ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം രചിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. എലീസ ടെസ്റ്റ് ഏത് രോഗത്തിനുള്ള ടെസ്റ്റാണ്? എയ്ഡ്സ്. വയറുകടിക്കു കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? പ്രോട്ടോസോവ. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ പട്ടണം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ്? വിജയവാഡ. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്?
120/80 mm മെർക്കുറി. അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന മാരക കരൾ രോഗം ഏതാണ്? ലിവർ സിറോസിസ്. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിച്ചിരിക്കുന്ന ആവരണം ഏതാണ്? പ്ലൂറ. 1862 വൈറസ് കണ്ടുപിടിച്ചതാരാണ്? ദിമിത്രി ഇവാനോവ്സ്കി. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ്. അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. കപാലം എന്ന അസ്ഥിപേടകം കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്ന ശരീരഭാഗം ഏതാണ്? തലച്ചോറ്. ബാക്ടീരിയ എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? ക്രിസ്ത്യൻ ഗോട്ട്ഫ്രെഡ് എഫ്രൽബർഗ്. ഇഷിഹാര ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ്? വഗ്നാന്തത. ബയോപ്സി ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ്? ക്യാൻസർ. 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സാർസ്. 20-ാം നൂറ്റാണ്ടിലെ രോഗം ഏതാണ്? എയ്ഡ്സ്. 5-ാം പനിയുടെ മറ്റൊരു പേര് എന്താണ്? മീസിൽസ്. ECG കണ്ടെത്തിയതാരാണ്? വില്യം ഐന്തോവൻ. EEG കണ്ടെത്തിയതാരാണ്? ഹാൻസ് ബർഗ്ജർ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? സുശ്രുതൻ. രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര രക്തമാണ് എടുക്കുന്നത്? 300 ml. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യം. ചർമ്മരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കലാമിൻ ഏത്? സിങ്ക് അയിരുകൾ. ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ബാക്ടീരിയ എന്ന പദത്തിനർത്ഥം എന്താണ്? ചെറിയ വടി. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ത്വക്ക്, ചെവി, കണ്ണ്, മൂക്ക്, നാക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം. 100 ഡിഗ്രിയിൽ നശിക്കാത്ത ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് എന്താണ്? എൻഡോസ്പോറുകൾ. വേദന അനുഭവപ്പെടാത്ത അവസ്ഥ എന്താണ്? അനാൽജെസിയ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഗർ മെൻഡൽ. ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആത്രേയ മഹർഷി. ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ്. ശരീരത്തിൻ്റെ തുലനത്തിലേക്ക് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്?
സെറിബെല്ലം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഏതാണ്? ഹാലോഫൈലുകൾ. BCG കുത്തിവയ്പ്പ് മൂലം നിയന്ത്രിക്കാവുന്ന രോഗം ഏതാണ്? ക്ഷയം. പാരസൈറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേര് എന്താണ്? സർ റൊണാൾഡ് റോസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. അരിക്കൽ പ്രക്രിയയിൽ വൃക്കയെ സഹായിക്കുന്ന നേരിയ കുഴലുകൾ അറിയപ്പെടുന്ന പേര് എന്താണ്? നെഫ്രോണുകൾ. ശരീരത്തിലെ ഊഷ്മാവ് ക്രമപ്പെടുത്തുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്താണ്? ഹൈപ്പോതലാമസ്. രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം ഏതാണ്? വൃക്ക. ബാക്ടീരിയ മൂലമുള്ള ഭക്ഷ്യവിഷ അറിയപ്പെടുന്നത് എന്താണ്? ബോട്ടുലിസം. സൂക്ഷ്മജീവികൾ മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചതാരാണ്? ലൂയി പാസ്റ്റർ. ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ടുള്ള ജൂലൈ 1 ആരുടെ ജന്മദിനമാണ്? ബിധാൻ ചന്ദ്ര റായ്. BC റോയ്. നേവ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ്? എയ്ഡ്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ്.